എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ് സഹദേവന്ത്രി ഓലട്ടിയമ്പലം ബിയോ മാവേലിക്കര. ഞാനിവിടെ എൻ്റെ മുക്കുവിൻ്റെയും എൻ്റെ അമ്മയുടെയും കൂടിയാണ്. അപ്പം ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ടൊരു കോർട്ടിനെ എന്തെങ്കിലും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഓർഡറിനെ ധിക്കരിക്കുക, പിന്നെ വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഇതാക്കുക, അതിനെയാണ് കാണുന്നത്. അത് ഇപ്പം നമ്മുടെ ജസ്റ്റിസിന് എന്തും പറയാമെന്നുള്ള റൂളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? ആൾക്കാരെ എന്തോ ഒന്ന് വിളിക്കാം, ഞാൻ ജസ്റ്റിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ഉള്ള ഒരു റൈറ്റും അവർക്കൊന്നും ഇല്ല, മനസ്സിലായോ? അവർക്കൊന്നും അങ്ങനെയുള്ള ഒരു റൈറ്റും ഇല്ല, ഒരു നിയമവും കൊടുത്തിട്ടില്ല. നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കാണ്, പിന്നെ എന്താണ്, നമ്മുടെ സെക്യുലറാണ്, ഡെമോക്രാറ്റിക്കാണ്, അങ്ങനെ ഒത്തിരി 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 ക്വാളിറ്റീസ് ഉള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടേത്. നമുക്ക് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും അവനവൻ്റെ റൈറ്റ് ഉണ്ട്, അവരവരുടെ പ്രൈവസി ഉണ്ട്, അവരവരുടെ റൈറ്റ് ഉണ്ട്, അവരവർക്ക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അവരവരുടെ ജീവൻ ഇതാക്കാനുള്ള റൈറ്റ് ഉണ്ട്, പീസ്ഫുള്ളായിട്ടുള്ള ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്, മറ്റുള്ളവർക്കൊന്നും കയറി ഇടപെടാനുള്ള റൈറ്റൊന്നും ഇല്ല. അപ്പം ഈ കോടതിയുടെ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരാൾക്ക് എന്ത് പറയണം എന്നൊക്കെയുള്ള വിവേചന ബുദ്ധി വേണം, മനസ്സിലായില്ലേ? എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പിള്ളേർ കയറി അല്ലെങ്കിൽ യൂത്തൊക്കെ കയറി ഇങ്ങനെയൊക്കെ ഇതാക്കും, അതിനെന്തോ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ പ്രസ് സ്വാതന്ത്ര്യമുള്ളതാണ്, മീഡിയയ്ക്ക് ഇതുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇത് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കാരണമാണ് പല ക്രൈമും പുറത്തു വരുന്നത്. ഇപ്പം പല ക്രൈമുകളും നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം എൻ്റെ സോഷ്യൽ മീഡിയക്കകത്തുള്ളതൊക്കെ ഇത്രയേ ഉള്ളൂ, അല്ല എന്ന് തോന്നുന്നു. ഏതാണ്ട് വലിയ ആനക്കാര്യമല്ലോ എൻ്റെ ഇതിനകത്തുണ്ടോ? ഇവന്മാരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഇന്നത് ഇവന്മാർ ഈ ക്രിമിനൽസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. എൻ്റെ ഈ തെളിവ് സഹിതമാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്നു, തെളിവുണ്ട്. ഓഫ്ലൈൻ ആക്കുന്നു, തെളിവുണ്ട്. ഞാൻ 500 MBPS നമ്മൾ പേ ചെയ്യുന്നത് 500 റുപ്പീസ് പേ ചെയ്യുന്നത് 50 MBPS അത് നമുക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിലേ അവർക്കെതിരെ കേസ് കൊടുക്കാം നമുക്ക്. കേരള വിഷൻ അവരെ നമുക്ക് ഇത് കോമ്പൻസേഷൻ തരേണ്ടി വരും കേട്ടോ. നമ്മൾ ചുമ്മാ അല്ല അങ്ങോട്ട് 500 രൂപ വാങ്ങിച്ച് പോക്കറ്റിലിടാനല്ല, മനസ്സിലായോ? 500 പണ്ട് KSRTC ബസ്സിലേ പോയ ഒരാൾ ടിക്കറ്റ് എടുത്ത് നനഞ്ഞ് അയാളുകൊണ്ട് കേസ് കൊടുത്തപ്പോൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കാനാണ് പറഞ്ഞത്. അതുപോലെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊക്കെ ചുമ്മാ അതങ്ങ് KSRTC ബസ് എന്ന് പറഞ്ഞ് നനച്ചു കൊണ്ടുപോകാനുള്ളതല്ല. നമ്മൾ KSRTC ബസ്സിന് ഇത്ര രൂപ കൊടുക്കുമ്പോൾ നമ്മളെ നനയാതെ മാനമര്യാദയ്ക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കാനാണ്. പുക വരാനും മറ്റേത് വരാനും മറിച്ചേത് വരാനും അല്ല. ഇപ്പം ഭയങ്കര പുകയടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എന്തൊക്കെയോ ഗ്യാസ് വിഷവാതകം അങ്ങ് അടിക്കുക നമ്മുടെ മുഖത്തോട്ടുമൊക്കെ. ഇതെവിടെ നടക്കുക? ഇവന്മാർ ആരാ ഇതൊക്കെ ചെയ്യാൻ? ഞാൻ അതുപോലെ കാണിച്ച് എപ്പോഴും പുകയിടുന്നത് ഈ പാതിരാത്രിക്ക് ഇത് എവിടുന്ന പുക വരുന്നത്? ഞങ്ങളുടെ വീട്ടിൽ പുകയൊന്നും ഇടുന്നില്ല. ഇത് എവിടുന്നോ പുകയൊക്കെ വരിക, ഭയങ്കര രോഗമാണ് എന്തായാലും, ഭയങ്കര പുക വരിക, ഭയങ്കര രോഗം എന്തായാലും ഇത്.